ശനിയാഴ്ച നിലമേലുള്ള സംഭവത്തിന് ശേഷം ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേന ഏറ്റെടുത്തിരുന്നു. അന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും 20ഓളം CRPF ഉദ്യോഗസ്ഥരാണ് ഗവർണർക്ക് സുരക്ഷ നൽകാൻ എത്തിയത്. കുറച്ചുപേർ ഗവർണറുടെ കൂടിയും പിന്നെ മറ്റുള്ളവർ രാജ്ഭവനിലും എത്തിയിരുന്നു. എന്തായാലും രാജ്ഭവനും ഗവർണർക്കും ഒരുപോലെ തന്നെ ഈ കേന്ദ്ര സുരക്ഷ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അന്ന് വ്യക്തമായ തീരുമാനം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നാണ് ഇറങ്ങുക. കാര്യത്തിൽ വ്യക്തത വേണ്ടതുണ്ട്. കാരണം സംസ്ഥാന പോലീസ് എന്തായാലും ഇപ്പോഴും ഗവർണറുടെ സുരക്ഷാ ചുമതല തുടരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്രകാരമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇതുവരെ സ്വീകരിച്ച നടപടി. അനു, ഈ ഉത്തരവ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം CRPFന്റെ ഒരു 33 അംഗ സംഘം രാജ്ഭവനിൽ എത്തിയിരുന്നു. ഗവർണറുടെ സുരക്ഷാ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള CRPFന്റെ ഒരു ഉത്തരവ് ഇറങ്ങും. അതിനുശേഷമായിരിക്കും പൂർണ്ണമായുള്ളൊരു സുരക്ഷാ വ്യൂഹം സജ്ജമാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഗവർണറുടെ സുരക്ഷാ ചുമതല അടക്കം, പൈലറ്റ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിലടക്കമുള്ള സുരക്ഷാ ചുമതല അടക്കം ഈ CRPFന്റെ സംഘം ഏറ്റെടുക്കുകയും ചെയ്യും. മാത്രമല്ല മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഈ റൂട്ട് മാപ്പ് അടക്കം, ഗവർണറുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള റൂട്ട് മാപ്പ് അടക്കം ഇനി തീരുമാനിക്കുന്നത് ഈ സുരക്ഷാ സംഘവും CRPFന്റെ സുരക്ഷാ സേനയും അതുപോലെ തന്നെ കേരള സർക്കാരും സംയുക്തമായിട്ടായിരിക്കും തീരുമാനിക്കുക. റൂട്ട് മാപ്പ് അടക്കം തീരുമാനിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷയും തുടരാനാണ് തീരുമാനം. ഈ കഴിഞ്ഞ ദിവസം തന്നെ അത് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ CRPFന്റെയും ഒരു സംയുക്ത സുരക്ഷാ വ്യൂഹത്തിലായിരിക്കും ഇനി ഗവർണറുടെ യാത്ര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൂടി ഇറങ്ങുന്നതോടെ ഈ പൂർണ്ണമായും ഈ വിഷയം അല്ലെങ്കിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായി സജ്ജമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ CRPFന്റെ സംഘം രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. സുരക്ഷാ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്ഭവന്റെ പുറത്തുള്ള സുരക്ഷാ ചുമതല പോലീസ് തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അത് ഈ സംസ്ഥാന പോലീസ് നിർവഹിക്കുകയും ബാക്കിയുള്ള സുരക്ഷയായിരിക്കും ഈ Z+ കാറ്റഗറിയിൽ പെടുന്ന സുരക്ഷയായിരിക്കും ഈ CRPFന്റെ സംഘം ഗവർണർക്ക് നൽകുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇറങ്ങും. ആ ഉത്തരവ് ഇറങ്ങുന്നതോടെ പൂർണ്ണമായൊരു സേന ഈ ഗവർണറുടെ സുരക്ഷാ ചുമതലയിലേക്ക് ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നത്തോടു കൂടി ആ ഉത്തരവ് ഇറങ്ങുന്നതോടുകൂടി ഗവർണറുടെ സുരക്ഷാ ചുമതല പൂർണ്ണമായും CRPFന്റെ സംഘം ഏറ്റെടുക്കുകയും Z+ കാറ്റഗറിയിലേക്ക് ഇത് മാറുകയും ചെയ്യും. അനു.